പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു നിലവിളക്ക് എങ്ങനെ ഡമ്മി ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾ നമ്മുടെ പ്രിയ സുഹൃത്ത് തേജസ്സന്നമാണ്. നമ്മുടെ വലിയൊരു സപ്പോർട്ടറാണ് പുള്ളി. അപ്പോൾ ആളാണ് നമുക്കിന്ന് വിളക്ക് കൊണ്ടുപോകാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ആൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു റെഫറൻസ് ഞാൻ ജസ്റ്റ് എടുത്തു വെച്ചു. നമ്മൾ സ്ഥിരം കാണുന്ന കാര്യമാണെങ്കിലും നമ്മൾ റെഫറൻസ് എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടില്ല. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ആകെ മൊത്തത്തിലൊരു 3 അടി നീളം ഉള്ള ഒരു വിളക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സ്കെച്ച് ഇട്ടിട്ട് ഒരു സ്റ്റെൻസിൽ തയ്യാറാക്കാണ് ചെയ്തത്. ഈ സ്റ്റെൻസിൽ പ്രകാരം നമ്മൾ ഈ വിളക്കിനെ ഒരു 3 പാർട്ടായി തിരിച്ചിട്ടാണ് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുകയാണ് ഇത് ചെയ്തിട്ടുള്ളത്. സ്റ്റെൻസിൽ നമ്മൾ വരച്ചെടുത്തിട്ട് നമുക്ക് ഈ ആവശ്യമായ തെർമോക്കോൾ നമ്മളതിനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് അത് പേസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഘട്ടം നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. നമ്മൾ സ്റ്റെൻസിൽ എടുത്തത് 4x ഒരു ഷീറ്റിലാണ്. 4 ഷീറ്റിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റെൻസിൽ എടുത്തത്. അപ്പം അതിൻ്റെ പ്രൊപ്പോർഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി അതിൻ്റെ കർവും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് അളവെടുത്തിട്ട് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്തിട്ട്. പക്ഷേ നമ്മളതിനെ സ്റ്റെൻസിലാക്കി കട്ട് ചെയ്ത് എടുക്കണം. 1 സൈഡാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളതിൻ്റെ കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ടാണ് അപ്പുറത്ത് ഒന്നുകൂടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു പാകത്തിനുള്ളൊരു തെർമോക്കോൾ പീസ് എടുത്ത് അതിനെ വട്ടത്തിൽ കണ്ടിച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ അതിൻ്റെ തണ്ടിന് വേണ്ടിയിട്ടുള്ള പീസാണിത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓരോന്നിനും പ്രത്യേകം നമ്മൾ ഓരോ പീസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ട് അസംബിൾ ചെയ്യുകയാണ് ചെയ്തിട്ടേക്കണത്. ഇത് നമ്മൾ ഗ്രൂവ് അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ കാർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. റൗണ്ട് കറക്റ്റ് ചെയ്ത് അളവിട്ട് വരച്ചിട്ട് ഗ്രൂവ് അടിച്ചിട്ട് അത് അവസാനം നമ്മൾ പേപ്പറിട്ട് പിടിച്ചൊന്ന് മിനുസപ്പെടുത്തിയെടുക്കും. നമ്മൾ തെർമോക്കോൾ എന്ത് ചെയ്യുമ്പോഴും സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ഉരച്ച് കഴിയുമ്പോൾ അതിനൊരു കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഉദ്ദേശിക്കുന്ന രീതിയിലൊന്ന് അങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഇതിൻ്റെ നമ്മുടെ വിളക്കിൻ്റെ മേൽഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. എണ്ണയിട്ട് തിരികെ എത്തിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ സെൻറ്റർ എടുത്തിട്ട് അതിനെ 2 സൈഡിൽ നമ്മൾ കളയേണ്ടത് കളഞ്ഞ് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യണം. നമ്മളിപ്പോഴും ഇപ്പോൾ നൈഫ് ഉപയോഗിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സേഫ്റ്റിയാണ് ഫസ്റ്റ്. കണ്ടോ, അപ്പോൾ നമ്മുടെ മേൽഭാഗം ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി മേൽഭാഗം താഴ്ഭാഗം കൂടി നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ഇനി ടോപ്പാണ് നമുക്ക് വേണ്ടത്. ടോപ്പ് നമ്മൾ അതുപോലെ തന്നെ കാർവ് ചെയ്ത് ഉരുട്ടി എടുത്തിട്ടുണ്ട്. പേപ്പറിട്ട് പിടിച്ച് കഴിഞ്ഞു. ഇനി അടിഭാഗത്തിലേക്ക് ഒന്നുകൂടി നമ്മൾ ഉരുട്ടാനുള്ള ഒരു പീസാണ് നമ്മൾ എടുത്തേക്കണേ. ഏറ്റവും ബേസാണിത്. അങ്ങനെ ബേസ് നമ്മുടെ മുമ്പിൽ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ബേസും അതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് 4 പീസ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിനെ കൂട്ടി ഒട്ടിക്കുന്ന ഒരു പോർഷനാണ്. അതിന് മുമ്പായിട്ട് നമ്മളിതിനെ അതിൻ്റെ എഡ്ജൊക്കെ നമ്മൾ ഈ തെർമോക്കോൾ ആയതുകൊണ്ട് അടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ബലപ്പെടുത്തിയെടുക്കും. ഒട്ടിച്ചിട്ട് ഒരു 3-4 ലെയർ ഒട്ടിക്കാൻ നല്ല അത്രത്തോളം ബലം കൂടുള്ളൂ. അപ്പോൾ നമ്മൾ സിംഗിൾ ലെയറാണ് ഒട്ടിക്കുന്നത്. തെർമോക്കോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്തില്ലെങ്കിൽ തെർമോക്കോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം മൊത്തത്തിലെല്ലാം നമ്മൾ തെർമോക്കോൾ പേപ്പറിട്ട് പിടിച്ച് പേപ്പർ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്കതൊരു നല്ല വൃത്തിയായിട്ട് കിട്ടും. എല്ലാ ഭാഗവും ഒന്നുകിൽ പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ കോട്ടൺ ക്ലോത്ത് ഉണ്ട്, അത് വെച്ച് ഒട്ടിച്ചെടുത്താലും മതി. നമുക്കതിന് കൂടുതൽ SH ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കണേ. SH മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ ഹാൻഡ് വെച്ചിട്ടാണ് നമ്മളത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബ്രഷൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കതിന് ലഭ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ആ ടോപ്പ് ഭാഗമൊക്കെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അടിഭാഗവും കാര്യങ്ങളൊക്കെ പേപ്പർ ഒട്ടിക്കാണ് വേണ്ടത്. മൊത്തത്തിൽ അതിൻ്റെ ഒരു ബേസ് നമ്മൾ അതിൻ്റെ ഫുൾ ഫിഗർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ. നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും.
പുട്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല പക്ക ഫിനിഷിംഗ് ആയിട്ട് ഇതിൻ്റെ ആ ഒരു തെർമോക്കോളിൽ ഇതൊന്നും കിട്ടാണ്ട് കിട്ടും. നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ കമ്പി സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് കാറ്റടിച്ച് മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു 3/4 ഇഞ്ചിൻ്റെ ചെറിയ സ്റ്റാൻഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ചെറിയ 3/4 സ്റ്റാൻഡും പിന്നെ ആ മേളിലത്തെ പോർഷനിൽ നമ്മൾ 1 ഇഞ്ചിൻ്റെ പീസാണ് കൊടുത്തേക്കണത്. അപ്പോൾ മെയിൽ ഫീമെയിൽ പോലെ കയറ്റിയിടാൻ പാകത്തിന് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് നമ്മൾ വാട്ടർ ബേസ് എമൽഷൻ അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കമ്പി അത് സ്റ്റാൻഡ് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് അതും അടിഭാഗം പശിട്ട് കൊടുത്ത് ബലപ്പെടുത്തണം. അത് ആ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ ടോപ്പും എല്ലാ ഭാഗങ്ങളും ഇതുപോലെ പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ എടുക്കണം. പൊട്ടിയിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല വൃത്തിയിൽ നമുക്ക് പെർഫെക്ഷനിൽ കിട്ടും എന്ത് ചെയ്യുമ്പോഴും. പൊട്ടിയിട്ട് ഉണങ്ങാനുള്ള സമയം നമുക്കില്ല. നമ്മുടെ സുഹൃത്ത് ഗോൾഡൻ പെയിൻറ്റ് കൊണ്ടുവച്ചാണ് കാണുന്നത്. മഞ്ഞടിച്ചിട്ട് ശരിയാവാത്തതുകൊണ്ട് ഗോൾഡൻ പെയിൻ്റ് ആൾ കൊണ്ടുവച്ചത്. സമയം എടുത്തിട്ടാണ് പെയിൻ്റ് അടിച്ചത്. കാരണം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ടിൻ സ്പ്രേ യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് ഗ്യാപ്പൊക്കെ കളർ ഫില്ല് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് നമ്മൾ ടിൻ സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ ഉരുകിപ്പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. നമ്മൾ നന്നായിട്ട് ഈ വാട്ടർ ബേസ് കളർ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ട്. തെർമോക്കോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വലിയ ബോൾസ് ആയതുകൊണ്ട് അടന്നു പോകാനും അതിൽ ഗ്യാപ്പ് രൂപപ്പെടാനും അതിനകത്ത് ടിൻ സ്പ്രേ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നോക്കി ശ്രദ്ധിച്ച് പതുക്കെ എല്ലാം ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാനായിട്ട്. നമ്മൾ ജോയിൻ്റ് ചെയ്ത പോർഷനൊക്കെ നമ്മൾ ജസ്റ്റ് SH വെച്ചിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കാരണം അത് പരസ്പരം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് SH വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് അതിനകത്ത് ടിഷ്യൂ ആഡ് ചെയ്തിട്ട് ഒന്ന് ബലപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അത് പശ ഉണങ്ങാൻ നമ്മളൊരു ദിവസം ഒരു 12 മണിക്കൂർ ഏകദേശം സമയം കൊടുത്തിട്ടുണ്ട് പശ വെച്ച് ഒട്ടിച്ചിട്ട് സമയം കിട്ടാനായിട്ട്. പക്ഷേ പെയിൻറ്റിങ് നമ്മൾ ഒരു കൂടുതൽ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ സമയം കൊടുത്തിട്ട് ഉണങ്ങാനായിട്ട്. അത് അപ്പോൾ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു. നമുക്ക് ടിൻ സ്പ്രേ അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഒരുപാട് സമയം ഒറ്റ ലെയർ അടിച്ചിട്ടുള്ളൂ. നമ്മൾ 2-3 കോട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ബേസ് കോട്ടായതുകൊണ്ട് ഒറ്റ കോട്ട് അടിച്ചിട്ടുള്ളൂ. കാരണം ഇതല്ലല്ലോ നമ്മുടെ ബേസ് കളർ. അപ്പോൾ ആ ഗോൾഡൻ അടുത്ത് നമ്മൾ ഗോൾഡൻ അത് അപ്ലൈ ചെയ്യണം. ഗോൾഡൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഗോൾഡ് അല്ല, ഇതൊരു ഈ പഞ്ചലോഹം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബ്രോൺസ് ഒക്കെ ഇല്ല, ആ ഒരു ടൈപ്പ് കളർ ടോണാണ്. അതാണ് നമുക്ക് വിളക്കിന് വേണ്ടത്. നമുക്ക് അടിയിൽ അതിൻ്റെ സ്റ്റാൻഡ് അപ്ലൈ അത് ചെയ്തതിൻ്റെ ഇത് കാണാൻ പറ്റും. അവിടെ കൂടി പേപ്പർ ഒട്ടിച്ച് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി വൃത്തിയായിട്ട് ഇരിക്കും. പിന്നെ ആ സ്റ്റാൻഡ് വെച്ചതുകൊണ്ടാണ് അടിഭാഗം അത് കാർവ് ചെയ്ത് കളയാതിരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ അടിഭാഗം ആ വിളക്കിൻ്റെ പോലെ തന്നെ കാർവ് ചെയ്ത് ഉരുട്ടിയെടുത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡ് വേണം അല്ലെങ്കിൽ മറിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് നമ്മളത് കാർവ് ചെയ്തെടുത്തില്ല. കുറച്ചുകൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. ഏകദേശം നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മേൽഭാഗം അടിഭാഗം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്.